പാകിസ്ഥാനെ ആക്രമിക്കാൻ RSSന്റെ ആഹ്വാനം. പാകിസ്ഥാന് സൈനികമായി തിരിച്ചടി നൽകാൻ പരോക്ഷമായി ആഹ്വാനം ചെയ്ത RSS മേധാവി മോഹൻ ഭാഗവത് ന്യൂഡൽഹിയിൽ ദ ഹിന്ദു മാനിഫെസ്റ്റോ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ഒരിക്കലും നമ്മുടെ അയൽക്കാരോട് അനാദരവ് കാട്ടുകയോ ദ്രോഹിക്കുകയോ ചെയ്യാറില്ല. എന്നാൽ ചിലർ തിന്മ മാത്രം കാട്ടാൻ കച്ചകെട്ടി ഇറങ്ങിയാൽ എന്താണ് പരിഹാരം? ജനങ്ങളെ സംരക്ഷിക്കുകയാണ് രാജാവിന്റെ ധർമ്മം. അത് അദ്ദേഹം ചെയ്യും. ഭഗവത്ഗീത അഹിംസയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ അർജുനൻ യുദ്ധം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാനായിരുന്നു ആ പാഠം. കാരണം അദ്ദേഹം നേരിട്ട ആളുകളുടെ വികാസം ആ രീതിയിലേ നടപ്പാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അഹിംസ നമ്മുടെ പ്രകൃതിയിലുള്ളതാണ്. പ്രധാനപ്പെട്ട മൂല്യം നമ്മുടെ അഹിംസ ആളുകളെ മാറ്റിയെടുക്കാനും അവരെയും അഹിംസാവാദികളാക്കാനുമാണ്. നമ്മുടെ മാതൃക ദർശിച്ച് ചില ആളുകൾ മാറും, പക്ഷെ ചിലർ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മാറുകയില്ല എന്ന നിലപാടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? രാവണന്റെ കഥയാണ് മോഹൻ ഭാഗവത് ഉദാഹരിച്ചത്. രാവണൻ പരമശിവന്റെ ഭക്തനായിരുന്നു. വേദജ്ഞാനവും ഭരണജ്ഞാനവും ഉണ്ടായിരുന്നു. രാവണന് നല്ല മനുഷ്യനാകാൻ വേണ്ട ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആ നല്ല ഗുണങ്ങളെ പിന്തുടർന്നില്ല. അദ്ദേഹത്തിന് നല്ലൊരാളാവാൻ ഒരേ ഒരു വഴി ആ ശരീരവും ബുദ്ധിയും ഉപേക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് ദൈവം അയാളെ വധിച്ചു. ആ വധം അക്രമമല്ല, അത് അപ്പോൾ അഹിംസയാണെന്നും ഭാഗവത് പറഞ്ഞു. അക്രമികളെ പാഠം പഠിപ്പിക്കുന്നതും നമ്മുടെ മതമാണെന്നത് പറഞ്ഞുകൊണ്ടായിരുന്നു RSS മേധാവി വാക്കുകൾ അവസാനിപ്പിച്ചത്.